ജില്ലാ അതോറിറ്റിയുടെ തമ്മനത്തെ വാട്ടർ ടാങ്ക് തകർന്നതോടെ കുടിവെള്ളക്ഷാമത്തിൽ വലയുകയാണ് കൊച്ചിയുടെ ചില പ്രദേശങ്ങൾ. പൂണിത്തറ വില്ലേജിലെ 600ഓളം കുടുംബങ്ങൾ രൂക്ഷമായ ജലക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കൊച്ചി നഗരസഭയ്ക്കും ജല അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. നിഷാ ദിലീപിന്റെ റിപ്പോർട്ട്. തമ്മനത്തെ വാട്ടർ ടാങ്ക് തകർന്നതോടെ ജല ദൗർലഭ്യം രൂക്ഷമായ പല സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പൂണിത്തറ വില്ലേജിലാണ്. ഇവിടെ 600ഓളം കുടുംബങ്ങളെയാണ് ഈ ജല ദൗർലഭ്യം ബാധിച്ചിരിക്കുന്നത്. രൂക്ഷമായ ജലക്ഷാമമാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ വീട്ടമ്മമാരും ഇവിടെ താമസിക്കുന്ന ആളുകളും ഒക്കെ നമുക്കിപ്പം ചേരുന്നുണ്ട്. കുറേ നാളുകളായി വെള്ളമില്ല അല്ലേ? മാസങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കിട്ടാതെ വിഷമിക്കുകയാണ്. അത് വെള്ളത്തിന് എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്ട്രീറ്റ് പൈപ്പിലും ഇല്ല, വീടുകളിലേക്കും ഇല്ല. ഒന്നും നിസ്സഹായൊരവസ്ഥയാണ്. വളരെ ചില വീടുകളിൽ മാത്രമേ കിണറുകളുള്ളൂ. അതും നല്ല വെള്ളമല്ല. അപ്പോൾ കുടിനീരിനായി മനുഷ്യർ വല്ലാതെ വിഷമിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിലാണ്. ദയവായി ഇതിൻ്റെ അതോറിറ്റികൾ ആരാന്ന് വെച്ചാൽ വേണ്ടതുപോലെ എന്തെങ്കിലും ചെയ്യുക. കുടിക്കാനുള്ള വെള്ളം തന്നെ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ മറ്റേ വെള്ളത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു 3-4 മാസത്തോളമായി ഇപ്പം തന്നെ. സാധാരണ സമ്മറിൽ നമുക്ക് ഈ പ്രോബ്ലം വരാറുണ്ട് എല്ലാ വർഷവും. പക്ഷേ ഈ വർഷം ഒക്ടോബർ മുതൽക്കേ തുടങ്ങിയിട്ടുണ്ട്. കിണറുകളുണ്ടെങ്കിൽ പോലും ഈ കുടിവെള്ളക്ഷാമമാണല്ലേ ഭയങ്കര രൂക്ഷമായിട്ടുള്ളത്. പുഴയുള്ളതുകൊണ്ട് ഉപ്പ് രസം കട്ടിപ്പോവാ വെള്ളത്തിന്. അപ്പോൾ ഈ കിണറുണ്ടായിട്ട് കാര്യമില്ല. കുടിവെള്ളം ഒരു രക്ഷയില്ല. 2 കൊല്ലത്തോളമായി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ വെള്ളമില്ലാതെ. ഈ കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് മുമ്പേ 3-4 മാസം മുമ്പ് തന്നെ അത് വറ്റിപ്പോയിരിക്കണം. പിന്നെ അതുപോലെ ഭയങ്കര ഉപ്പ് രസമൊക്കെയാണ് അതിന്. നമുക്കത് വേറെ ഒന്നിനും കൊള്ളില്ല. ടാങ്കറിൽ വരുന്ന വെള്ളം മാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ടാങ്കറിൽ വെള്ളം കുറച്ച് കിട്ടും. അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ഷാമം ഇച്ചിരീശ ഉപയോഗിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എത്രയോ നാളുകളായി. ഇനിയിപ്പം എന്താ നിങ്ങളുടെ ഒരു അടുത്ത തീരുമാനം? സമരമോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് വെള്ളം കിട്ടിയില്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പരാതി എവിടെയൊക്കെയാണ് കൊടുത്തിരുന്നത്? പരാതി കൊടുക്കാത്ത സ്ഥലമില്ല. മന്ത്രി, കളക്ടർ, വാട്ടർ അതോറിറ്റീസ്, മേയർ, പിന്നെ നമ്മൾ ഈ വാട്ടർ അതോറിറ്റിക്ക് ദിവസവും ഞങ്ങൾ മെയിൽ അയക്കുന്നുണ്ട്. അത് കോപ്പി ടു എല്ലാവർക്കും ഇടുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരാൾ അവിടെ നിന്ന് വിളിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ കൊല്ലവും ഇതേ പ്രശ്നം ചോദിച്ചതാണ്, ആരും ഒന്നും ചെയ്തിട്ടില്ല. ഓരോ ദിവസം ചെല്ലും തോറും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ സപ്ലൈ ചെയ്യുന്ന വെള്ളം ഈ പാഴൂരിൽ നിന്ന് നെട്ടൂർ പ്ലാന്റിലേക്ക് വരികയും അവിടെ ശുദ്ധീകരിച്ച് അവിടെ നിന്ന് നേരെ തമ്മനത്ത് വരികയും തമ്മനത്തിൽ നിന്നാണ് ഒന്നരാടം നമുക്കിവിടെ വെള്ളം കിട്ടുന്നത്. ഈ തമ്മനത്ത് പമ്പിങ് തുടങ്ങി അവിടെ നിന്ന് വരുന്ന വയറ്റില മുതലുള്ള എല്ലാ ടാങ്കുകളും ഫില്ല് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും വെള്ളം തീരും. നമുക്ക് ഒട്ടും കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ തമ്മനത്തെ ടാങ്കിൻ്റെ ഒരു ഭാഗം തകർന്നതോടുകൂടി പ്രശ്നം അതീവ ഗുരുതരമായി. മുൻകാലങ്ങളിൽ കുറച്ചെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഒട്ടും തന്നെ കിട്ടാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണ്ട് 600ഓളം കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. ഞങ്ങൾക്കിതിനകത്തൊരു സൊല്യൂഷൻ എന്ന് പറയാവുന്നത് ഈ കോർപ്പറേഷൻ്റെ ഒരു ടെയിൽ എൻഡാണിത്. ഇതിനോട് തൊട്ട് പടിഞ്ഞാറ് വശത്താണ് മരട് മുനിസിപ്പാലിറ്റി. മരട് മുനിസിപ്പാലിറ്റിയിൽ 24/7 വെള്ളം സുലഭമായി കിട്ടുന്നുണ്ട്. ഇത് കോർപ്പറേഷൻ പരിധിയല്ലേ? കോർപ്പറേഷൻ്റെ ഏരിയ ആണ്. കോർപ്പറേഷൻ്റെ 46ാം ഡിവിഷനാണ്. അപ്പോൾ ഈ മരട് പ്രദേശത്ത് നിന്ന് ഒരു ഇൻ്റർ കണക്ഷൻ നമുക്ക് ഇങ്ങോട്ട് ലഭിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. 600ഓളം കുടുംബങ്ങളാണ് രൂക്ഷമായ ജലക്ഷാമത്തെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് കൊച്ചി നഗരസഭയും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും ഒക്കെ ഇടപെട്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കണം. അല്ലാത്തപക്ഷം സമരത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്നും നിഷാ ദിലീപ്.